ശബരിമല ശ്രീകോവിലെ പുതിയ വാതിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻപുരി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രം ട്രസ്റ്റ്. അറസ്റ്റിന് മുമ്പ് ഉണ്ണികൃഷ്ണൻപുരി ബംഗളൂരിൽ എത്തിയിരുന്നുവെന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24 പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് വാർത്ത ഫ്രം ബാംഗ്ലൂർ. സ്വർണ്ണപ്പാളിയിലെ സ്വർണം കൈക്കലാക്കിയതു മാത്രമല്ല, ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിപ്പിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് വൻ തട്ടിപ്പ്. ചെന്നൈക്ക് പുറമെ ബംഗളൂരുവിലും പണപ്പിരിവ് നടത്തി. സ്വർണം പൂശിയ ശേഷം വാതിൽ ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെത്തിച്ച് പണപ്പിരിവ് നടത്തിയെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. വ്യവസായികൾ ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും പണം വാങ്ങി. വലിയ തുക നൽകിയത് അങ്ങനെ നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല? ഇവിടെ പലരും പറയുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒരാൾ പറഞ്ഞ്, അയാളുടെ അമ്പലത്തിൽ വരുന്ന ഒരാൾ പറഞ്ഞ് അയാളുടെ ചേട്ടൻ എന്തോ കൊടുത്തിരുന്നെന്ന്, അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞു. അറസ്റ്റിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിലെത്തിയിരുന്നുവെന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24 പറഞ്ഞു. അവിടെ ഇപ്പൊ 3-4 ദിവസം മുമ്പ് പ്രത്യക്ഷമായല്ലോ, അന്ന് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വന്നോ? ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ വന്നിട്ട് പോയി. അന്ന് ഉച്ചയ്ക്കാണ് അവിടെ കണ്ടത്, ട്രിവാൻഡ്രത്ത്. അറസ്റ്റിന് മുമ്പ് എന്തിനാണ് പോറ്റി ബംഗളൂരുവിൽ വന്നത്? നടത്തിയ ഇടപാടുകളുടെ തെളിവുകൾ നശിപ്പിക്കാനാണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.